ഓണാഘോഷത്തിന്റെ വിളംബരത്തിന് അഞ്ചലോട്ടക്കാരൻ ഇറങ്ങി. പൂഞ്ഞാർ കുന്നൂനിയിൽ യുവധാര ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് പ്രചരണമാണ് അഞ്ചലോട്ടക്കാരനിലൂടെ വേറിട്ടായത്. തപാൽ വകുപ്പിൽ നിന്നും വിരമിച്ച വിജയനാണ് അഞ്ചലോട്ടക്കാരനെ പുനരവതരിപ്പിച്ചത്. ആളുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് സമയവും കാലവുമൊക്കെ ഏറെ വേണ്ടി വന്നിരുന്ന നാളുകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പൂഞ്ഞാർ കുന്നൂനിയിൽ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ വിളംബരം. രാജഭരണകാലത്ത് കയ്യിൽ വടിയും പിടിച്ച് മണികിലുക്കി ഓടിയെത്തുന്ന അഞ്ചലോട്ടക്കാരനെ പുനരവതരിപ്പിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തിയത്. കുന്നൂനി ആലന്തറ സ്വദേശിയും റിട്ടയേർഡ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനുമായ വിജയനാണ് തലയിൽ തപാൽ ചാക്കും ഒരു കൈയിൽ മണികെട്ടിയ വടിയും മറുകൈയിൽ റാന്തൽ വിളക്കുമേന്തി അഞ്ചലോട്ടക്കാരൻ്റെ വേഷമണിഞ്ഞത്. തിരുവിതാംകൂർ മഹാരാജ എന്ന കാലത്ത് ആ നാട്ടിലുള്ള പ്രജകൾക്ക് കുറേ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളെ നിയമിച്ചു. ആ ആളെ പേരാണ് അഞ്ചലോട്ടക്കാരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് എഴുത്തുകളൊക്കെ കൊണ്ട് കൊടുക്കുന്നു, മണിയും കിലുക്കി വിളക്കും. രാത്രി കാലങ്ങളിൽ വരെ ഈ എഴുത്ത് കൊണ്ട് കൊടുക്കേണ്ട പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിളക്കും ഈ കുന്തത്തിൽ മണി കുട്ടി കിരുക്കിക്കൊണ്ട് വരുമ്പോൾ നാട്ടുകാരെല്ലാം ഓടി വന്ന് എഴുത്തുകൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭരണകാലത്താണിത്. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന മധുമോൻ ഓണാഘോഷ പരിപാടിയുടെ നോട്ടീസ് അഞ്ചലോട്ടക്കാരനായ വിജയന് കൈമാറി വിളംബരത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് കുന്നൂന്നി ടൗൺ, കടലാടിമറ്റം, ആലന്തറ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ അഞ്ചലോട്ടക്കാരനായി വിജയൻ ഓടിയെത്തിയപ്പോൾ ആളുകൾക്ക് അതൊരു കൗതുക കാഴ്ചയായി. രാജാവ് നിയമിച്ചിരുന്നു. ആ നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേക ആനുകൂല്യം എന്ന് പറയാൻ ഒരു വേഷമാണ് രാജാവ് കൊടുത്തിരുന്ന വേഷം. പ്രത്യേക വേഷവും തലയിലൊരു തൊപ്പിയും ധരിച്ച് ഷോൾവാർ പോലെ ഒരു ഇതും, അതുപോലെ കയ്യിൽ പിടിക്കുന്ന ഒരു വിളക്കും ഒരു കുന്തം, മണി കെട്ടിയ ഒരു കുന്തവുമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ജനമധ്യത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് അന്ന് ജനങ്ങൾക്കുണ്ടായിരുന്നത്. പഴയ കാലത്ത് കത്തുകളും ഔദ്യോഗിക സന്ദേശങ്ങളും വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്ന അഞ്ചലോട്ടക്കാരുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതായി ഈ വേറിട്ട വിളംബര ജാഥ. അമൃത ന്യൂസ്, കോട്ടയം.